ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാലും ഇൻഡോ ഗ്രീക്ക് കിങ് ആയ അഗത്തോക്ലിസ് ആ 180 BC തന്നെ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഇന്ന് ശ്രീകൃഷ്ണൻ നമ്മൾ മനസ്സിലാക്കുന്ന സങ്കല്പങ്ങൾ അദ്ദേഹത്തിൻ്റെ നാണയത്തിലുണ്ടായിരുന്നു എന്ന് ചില രേഖപ്പെടുത്തലുകളുണ്ട്. ദ്വാരക എക്സ്കവേഷൻ നടത്തുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ വായിക്കുന്നതിനോട് സമാനമായ ചരിത്രത്തിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണുന്നുണ്ട്. പുരാണത്തിൻ്റെ ദൃഷ്ടിയിലോ ഇതിഹാസത്തിൻ്റെ ദൃഷ്ടിയിലോ വേറിട്ട് ചരിത്രത്തിൽ ഏകദേശം ചില ആൾക്കാർ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ മറൈൻ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഒരു BC 3200-300 കാലഘട്ടങ്ങളിൽ ഈ സമാനമായ സംഭവങ്ങൾ പ്ലേസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കൃഷ്ണവർഷം എന്നൊക്കെ പറഞ്ഞ് ജന്മാഷ്ടമിക്ക് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയെ ഇത്രമാത്രം സ്വാധീനിച്ച ഒരുപക്ഷെ ലോകത്ത് ബീറ്റിൽസ്, ജോൺ ലെനൻ ഒക്കെ ഹരേകൃഷ്ണ പ്രസ്ഥാനങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും പോപ്പുലറായ പാട്ടുകളിലൊന്ന് തന്നെ ഇതിനോട് ബന്ധപ്പെടുത്തിയാണ്. അങ്ങനെ ആ ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന വ്യത്യസ്ത ഭാഗങ്ങളുള്ള ഈ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും ഒരുപക്ഷെ രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ട് ടോട്ടലി പോളാർ ഓപ്പോസിറ്റായ മനുഷ്യൻ്റെ എല്ലാ വ്യക്തിത്വങ്ങളുടെ ആസ്പെക്ട്സ് കവർ ചെയ്യുന്ന രണ്ട് പോളുകളാണ്. ഇതിനിടയ്ക്കാണ് എല്ലാവരും, ഇതിനിടയ്ക്കാണ് അത് രണ്ട് പോളുകളാണ് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള മനുഷ്യ വ്യക്തിത്വങ്ങളുടെ. കാൾ ഗുസ്താവ് യുങ് അടക്കം അദ്ദേഹത്തിൻ്റെ കളക്റ്റീവ് ആധുനിക മനഃശാസ്ത്രത്തിലെ ഫ്രോയിഡിൻ്റെ ശിഷ്യനാണ്. അവരൊക്കെ ഈ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഇത്തരം പല ബിറ്റുകൾ എടുക്കുന്നു. നമ്മുടെ പല കാര്യങ്ങളും എടുത്താണ് അവർ വേറൊരു ലാംഗ്വേജിലാണ് കോട്ട് ചെയ്യുന്നത്. ആ രീതിയിൽ ശ്രീകൃഷ്ണൻ്റെ ദാർശനികനെ, ഫിലോസഫറെ കൂടുതൽ അറിയണം. ശരിയാണ്, സാങ്കേതിക അർത്ഥത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ പാത്രദൃഷ്ടിയോ ഒക്കെ അപ്പുറം ശ്രീകൃഷ്ണൻ ഇതിഹാസ നായകൻ മാത്രമല്ല, ഭാരതത്തിൻ്റെ നായകനാണ്. ഇന്ത്യൻ കൾച്ചറിലെ ഒരിക്കലും സാഗരം പോലെ കിടക്കുകയാണ്. പക്ഷേ രണ്ട് പില്ലേഴ്സിലേക്ക് എടുത്താൽ ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ്.